സാമ്പത്തിക നഷ്ടത്തിലുപരി അന്ന് 85 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. ഒരു നമ്പർ 1 ചാലഞ്ചായിട്ട് പറയാം. നമ്മളൊരു ഒരു സ്ഥാപനം തുടങ്ങി, ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം തുടങ്ങി ഒരു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റൺ ചെയ്ത് ഏറ്റവും പീക്ക് സമയം പെട്ടെന്ന് സഡൻലി അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് ക്ലോസ് ചെയ്യേണ്ടി വന്നപ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടത്തിലുപരി അന്ന് 85 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. പരാജയപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം വേണം. കാരണം അത്രയും സ്റ്റാഫിനെ നമുക്ക് റിട്ടേൺ ചെയ്തു വേണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ അവിടെ വേറെ സ്ഥാപനം തുടങ്ങും. ഞങ്ങൾ ഈ 80 സ്റ്റാഫിനെ കൊള്ളുന്ന റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ മിനിമം ഞങ്ങൾക്ക് ഒരു 200 സീറ്റുള്ള റെസ്റ്റോറൻറ്റ് വേണം. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. ആ റെസ്റ്റോറൻറ്റ് ഓണറെ നമ്മൾ സമീപിച്ചു. ആ ഓണർ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ ഇന്ന സ്ഥാപനമാണ്, ഞങ്ങൾ ഇന്ന ആളാണ് അയാൾക്ക് കേട്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ എന്താ പറയുക, ആ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓണസ്റ്റി ഇല്ലേ, ആ ഓണസ്റ്റി അയാൾക്ക് അറിഞ്ഞതുകൊണ്ട് അയാൾ നമുക്ക് തരാൻ തയ്യാറായിരുന്നില്ല. ആ റെസ്റ്റോറൻറ്റ് നമ്മൾ വാങ്ങുകയും ആ സ്റ്റാഫിനെ നമ്മളവിടെ റീറ്റെയിൻ ചെയ്ത് ഒരു വിത്തിൻ 1.5 മാസം കൊണ്ട് ഞങ്ങൾ ഫിസിക്കലി അവിടെ നിന്ന് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്മൾ ഒരു മറ്റൊരു ഇൻറ്റീരിയർ നമുക്ക് പറ്റില്ല, ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ റീഓപ്പൺ ചെയ്തു. ഒരു സ്റ്റാഫ് പോലും പിരിഞ്ഞു പോകാതെ കംപ്ലീറ്റ് സ്റ്റാഫിനെ അതേപോലെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയുള്ളതാണ്.